ഹലോ, നമസ്കാരം. വൈറ്റമിൻ ഡിയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി ഇപ്പം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപാട് ഡെഫിഷ്യൻസി കണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നല്ല ഒരു ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ്. അതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതിനു മുമ്പിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നോളൂ കേട്ടോ. സ്വന്തം സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം ഈ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ ബോണ്, മസിൽസ് ഇതൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. ഈവൻ നമ്മളെ ഒരാളിങ്ങനെ മുറുക്കി പിടിച്ചാൽ കൂടി നമുക്ക് അവിടെ നല്ല പെയിൻ ഫീൽ ചെയ്യും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമതെന്ന് പറയുന്നത്, നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും, ഭയങ്കര ഹെയർ ഫോൾ ആയിരിക്കും. ചില ആളുകൾ ഡിപ്രഷൻ, ചില ആളുകളെ സംബന്ധിച്ച് ഇടയ്ക്ക് പനി വരിക, ഇൻഫെക്ഷൻ ആവുക. അപ്പോൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ സൂര്യപ്രകാശം കിട്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ കൺവേർട്ട് ചെയ്തത് വൈറ്റമിൻ ഡി ആക്കുവാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജനറേഷനിൽ നമ്മൾ എന്താണ് കൂടുതലായിട്ട് സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് സണ്ണ് കൊള്ളാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ റെറ്റിനോൾ സീറോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് സണ്ണ് ഡയറക്റ്റ് അടിക്കുവാണെങ്കിൽ സ്കിന്ന് റിയാക്ഷൻ ഉണ്ടാകും. അത് കാരണം നമ്മൾ മാക്സിമം സണ്ണ് വെയിൽ അങ്ങനെ കൊള്ളാറില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത്, നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു മിനിമം ഒരു 30 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ടാബ്ലറ്റ് എടുക്കണ്ട. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളിലാണെങ്കിൽ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റമിൻ ഡി അതിൽ കുറവായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചെക്ക് ചെയ്ത് ഏകദേശം ഒരു 18 ഉള്ളൂ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ 10ന് ബിലോ ആണ് വൈറ്റമിൻ ഡി എന്നുണ്ടെങ്കിൽ നമ്മളൊരു 50,000 ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. 50,000 നാട്ടിലൊക്കെ 60K പറഞ്ഞിട്ട് ടാബ്ലറ്റ് അതേപോലെ സാഷയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഒരു 3 മാസം 2 മാസം കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഒന്നും കൂടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് 1000 വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു 16 ഒക്കെ റേഞ്ച് വരുമ്പോൾ ആഴ്ചയിൽ ഒരു 10,000 ആഴ്ചയിൽ ഒരു 5 ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ഒരു 3 മാസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തത്, ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റഡി വെച്ചിട്ടാണെങ്കിൽ വൈറ്റമിൻ D3യുടെ കൂടെ എപ്പോഴും വൈറ്റമിൻ K2 കൂടെ ടുഗദർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഈ വൈറ്റമിൻ D3 നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ, അല്ലാതെ അതേപോലെ തന്നെ മിനറൽസ് ഒക്കെ അബ്സോർപ്ഷൻ ആണെങ്കിലും വൈറ്റമിൻ ഡി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ K എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ, ഈ വൈറ്റമിൻ നമ്മുടെ ബോഡിയിലെ ആർട്ടറി അതേപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മുടെ ബോണിലും അതേപോലെ തന്നെ ടീത്തിൽ നമുക്ക് എവിടേക്കാണോ വൈറ്റമിൻ ഡി വേണമെന്ന് ആ പാർട്ടിൽ വൈറ്റമിൻ ഡി എത്തിക്കാൻ വേണ്ടി K2 ഹെൽപ്പ് ചെയ്യും. അതാണ് വൈറ്റമിൻ D3 പ്ലസ് K2 എടുക്കാൻ പറയുന്നത്. പിന്നെ ചില ആളുകൾ ചോദിക്കുക, ഏത് സമയത്ത് വൈറ്റമിൻ ഡി കഴിക്കണം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതൊക്കെയാണ് ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ്. അത് കാരണം നമ്മൾ എപ്പോഴാണോ ഒരു ഫാറ്റി ഫുഡ് മീൻസ് എന്താണ്, ചീസ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ചിക്കന്, മീറ്റ് അതൊക്കെ എടുക്കുന്ന ആ ഫുഡിൻ്റെ കൂടെ വൈറ്റമിൻ ഡി എടുക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി നന്നായിട്ട് അബ്സോർഷൻ നടക്കും. എന്ന് വെച്ചാൽ ചുമ്മാതെ ജസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഒരു വെള്ളത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർ എഫക്റ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പം വൈറ്റമിൻ ഡി നിങ്ങളുടെയും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളും എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി, നമുക്ക് ഓൾ ഓവർ എനർജിക്ക്, നമ്മുടെ ബോൺ സ്ട്രെങ്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. താങ്ക് യു.